aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ പൊന്നമ്മ തോമസ് ആന്റിയാണ്. തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ ചില അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. ദൈവനാമത്തിലൂടെ മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ പൊന്നമ്മ തോമസ് ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയില് ഈ ബലഹീനിയായ എൻ്റെ സാക്ഷ്യം പറയുവാൻ ഇങ്ങനെ ഒരു സമയം കർത്താവ് തന്നതിനാൽ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതിൽ ആയിരിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററോട് ഞാൻ വളരെ വളരെ നന്ദിയുള്ളവളാണ്. കർത്താവ് ഈ സമയത്തെ തന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, എൻ്റെ സഹോദരി പ്രേമലതയോടും കൂടെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. പുള്ളിക്കാരിയുടെ പ്രോത്സാഹനമാണ് ഞാൻ ഇന്ന് ഈ ചാനലിൽ കയറുവാൻ കർത്താവ് ഇടയാക്കിയത്. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ പേര് പൊന്നമ്മ തോമസ് എന്നാണ്. ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സെറ്റിലായിരിക്കുന്നത്. എന്നാൽ ചില മാസങ്ങൾക്ക് കുഞ്ഞുങ്ങളോടുകൂടി ആയിരിക്കാൻ തക്കണം ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. 3 മാസം ദുബായിൽ മോളോട് കൂടെ ആയിരുന്നു. അവിടെ കുഞ്ഞുങ്ങളോടുകൂടെ സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കി. 2 പേരും ശുശ്രൂഷയിലായിരിക്കുകയാണ് കർത്താവിന്റെ വേലയില്. അതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സമയം എനിക്ക് കർത്താവ് ഒരുക്കിയതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയാല് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. ഇന്നേക്ക് 54 വർഷമായി കർത്താവിന്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. കർണാടകയുടെ പല സ്ഥലങ്ങളിലെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ, മൂത്ത മോളാണ് ഇവിടെ ഉള്ളത്. അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോൻ കല്യാണം കഴിഞ്ഞ് ഡാളസിലാണ്. രണ്ടാമത്തെ മോള് മണിപ്പാൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. 3ാമത്തെ മോനാണ് ഇവിടെ ഇരുന്നത്. അവര് കർത്താവിന്റെ വേലയിലാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ഏതാണ്ട് 80 ചില്ലുവാനും വിശ്വാസികളുണ്ട് ആരാധനയില്. ഞങ്ങൾ ആരാധനയിൽ പോയി ദൈവത്തെ അധികമായി സന്തോഷിക്കുന്നു. കൊച്ചുമോള് ദുബായിലാണ്. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പാസ്റ്റർ കണ്ടല്ലോ അവള്. മൂത്തത് മോനാണ്. അവന് BBA പഠിച്ചിട്ട് ഇപ്പൊ MBAക്ക് പഠിക്കുന്ന, ഒരു ജോലിയും ചെയ്യുന്നുണ്ട്. ഇളയ മോളാണ്. അവള് ഷാർജ യൂണിവേഴ്സിറ്റിയില് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്കൊരു സഭയുണ്ട്. 28 വർഷം കൊണ്ട് അവിടെ ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. പല ഭാഷക്കാരായ ആൾക്കാർ. ഇംഗ്ലീഷ് ആരാധനയാണ്. വളരെ സന്തോഷമാണ്. ഏതാണ്ട് 100 ചില്ലുവാനും വിശ്വാസികളുണ്ട് ആ സഭയിൽ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. മോടെ പേര് സൂസൻ ജോൺ എന്നാണ്. ഷെക്കന റിവൈവൽ എന്നാണ് ആ സഭയുടെ പേര്. അങ്ങനെ കർത്താവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങള് ഇവിടെ ചില മാസങ്ങൾ മാത്രം ഞങ്ങൾ ഇവിടെയാണ്. പിന്നെ
കർത്താവിൻ്റെ കൃപയാലെ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. അവിടുത്തെ കൃപയിൽ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ വാഴ്ത്തിയാണ്, സ്തുതിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ അവര് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അവർക്ക് 8 മക്കളാണ്. ഞങ്ങൾ 8 പേരായിരുന്നു. അത് 4 പെണ്ണും 4 ആണും. അതില് 5 പേര് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. പിന്നെ എൻ്റെ പിതാവിന്റെ സ്ഥലം കടമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മാതാവിന്റെ സ്ഥലം അടൂരാണ്. അവർ 2 പേരും ഓർത്തഡോക്സ് സഭയിലായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കുക്ക് സാഹിബ് അവിടെ വന്ന് ഒരു കൺവെൻഷൻ നടത്തി. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാനിടയായി. അന്ന് ബെന്തിക്കോസ് ആരാധനയൊന്നും ആ സ്ഥലങ്ങളിൽ ഇല്ല, കുറവാണ്. ഒരു AG ചർച്ച് മാത്രം ഉണ്ടായിരുന്നു. അവരെ ഇടയ്ക്കിടയ്ക്ക് ഭവനത്തിൽ അറിയാതെ ആ ആരാധനയിൽ കടന്നു പോകുമായിരുന്നു. അങ്ങനെ സ്നാനപ്പെടാൻ വളരെ താല്പര്യത്തിൽ 2 പേരുമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അടൂരിലെ കെ എബ്രഹാം സാറ് ഒരു കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷനിൽ ഇവർ 2 പേരും കടന്നുപോയി. അവിടെ വെച്ച് സ്നാനപ്പെട്ടു. അങ്ങനെ എൻ്റെ അമ്മയുടെ വീട് അടൂരായതുകൊണ്ട് അപ്പച്ചന് അമ്മയെ വിളിച്ച് അടൂരോട്ട് പോയി, എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ വല്യമ്മ ഗേറ്റിന്റെ അടുത്ത് നിപ്പുണ്ട്. വേലിപ്പത്തലുമായിട്ട് എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചു. കാരണം മിന്നു പറിച്ചിട്ട് നീ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. അപ്പച്ചനോട് പറഞ്ഞു, തോമാച്ച ഇനി ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല, പിടിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് 8 മൈൽ യാത്രയുണ്ട് കടമ്പനാടിന് പോകാൻ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ അവിടേക്ക് പോയി. വിശന്നിട്ട് വയ്യ. അവിടെ ചെല്ലുമ്പോൾ വല്യപ്പച്ചൻ അറിഞ്ഞിട്ടുണ്ട് ഇവർ സ്നാനപ്പെട്ടെന്നുള്ള വിവരം. എൻ്റെ വല്യപ്പച്ചൻ ഒരു കുറുവടിയുമായിട്ട് അവിടെ നിൽക്കുന്നു, എൻ്റെ പിതാവിനെ അടിക്കാനായിട്ട്. അപ്പച്ചൻ അകത്തോട്ട് ചെല്ലുന്നതിന് മുമ്പേ വല്യപ്പച്ചൻ കയറി വന്നിട്ട് എൻ്റെ അപ്പച്ചനെ ഒരുപാട് ഉപദ്രവിച്ചു. നാവിക്ക് തൊഴിക്കുകയും ആ കുറിവടി വെച്ച് ഒരുപാട് അടിച്ചു. കൊല്ലാനായിട്ട് തുടങ്ങി. അപ്പോൾ വിളിച്ചോക്ക് കേട്ട് അടുത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇവനെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയി കിടക്കണമെന്ന്. അത് പേടിച്ച് വല്യപ്പൻ വിട്ടിട്ട് പോയി. അങ്ങനെ ഒരുപാട് ഉപദ്രവം സഹിച്ചാണ് എൻ്റെ അപ്പച്ചനും അമ്മയും വിശ്വാസത്തിലേക്ക് വന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. കാരണം ഞങ്ങൾ 8 മക്കളും ദൈവകൃപയിൽ വളരുവാന്, മാതാപിതാക്കളുടെ സ്നേഹത്തിലും അനുസരണത്തിലും ദൈവകൃപയിലും ഞങ്ങൾക്ക് വളരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കുറെ കാലം അവരവിടെ, ഞാൻ ജനിച്ചതൊക്കെ അവിടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാധന സൗകര്യമോ ഇതൊന്നുമില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു ഉപ്പാപ്പൻ പത്തനാപുരത്തുണ്ടായിരുന്നു. ആ ഉപ്പാപ്പൻ പറഞ്ഞു, അച്ഛൻ അവിടെയൊക്കെ വിട്ടിട്ടിങ്ങി പോരെ, ഇവിടെ നമുക്ക് വന്ന് താമസിക്കാമെന്ന്. അങ്ങനെ അവിടെ വിട്ടിട്ട് വന്നു. പത്തനാപുരത്ത് വന്ന് വീടൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ താമസിച്ചു. ഞാൻ വളർന്നതൊക്കെയും പത്തനാപുരത്താണ്. അവിടെ നല്ല ആത്മീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പത്തനാപുരത്ത് നമ്മുടെ TG ഉമ്മച്ചൻ പാസ്റ്റർ എന്ന് പറയുന്ന ദൈവദാസനായിരുന്നു അന്നത്തെ അവിടുത്തെ ശുശ്രൂഷകര്. ഞങ്ങൾ അവിടെ എല്ലാ മീറ്റിങ്ങുകളിലും കടന്നു പോവുകയും സൺഡേ സ്കൂളിനും ആരാധനയ്ക്കും എല്ലാം അങ്ങനെ വളരെ ഉത്സാഹത്തോടെ ഞങ്ങൾ അവിടെ ആത്മീയ കൂട്ടായ്മയെ സഹകരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് 2 കിലോമീറ്റർ ദൂരം പോകണം. അതുകൊണ്ട് എൻ്റെ അപ്പച്ചനും വേറെ 2 കുടുംബമായിട്ട് ഇവരിങ്ങനെ ആലോചിച്ചു, നമ്മുടെ അടുത്ത് തന്നെ നമുക്കൊരു സഭയുണ്ടാകണം, നമുക്ക് പോയി ആരാധിക്കാൻ സൗകര്യമാണല്ലോ എന്ന്. അങ്ങനെ എൻ്റെ അപ്പച്ചനും ആ 2-3 കൂട്ടുകാരും കൂടെ കുറുമ്പകരയില് അവിടെ സ്ഥലം വാങ്ങിച്ച് ഒരു ചർച്ച് കെട്ടി. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി എൻ്റെ അപ്പച്ചൻ അതിൽ കഷ്ടപ്പെട്ടു. മണ്ണ് എടുക്കാനും ഇഷ്ടിക എടുക്കാനും. അങ്ങനെ അവിടെ ഒരു സഭാമന്ദിരം ഉണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. പുനലൂര് നരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അലസ്കാണ്ടർ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് അവിടെ ശുശ്രൂഷയ്ക്ക് വന്നത്. ആ സഭയെ കർത്താവ് അനുഗ്രഹിച്ചു. അനേക കുടുംബങ്ങള് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപയുണ്ടായി. ആത്മീയമായി ഞങ്ങൾക്ക് വളരുവാൻ നല്ല സാഹചര്യമായിരുന്നു. സൺഡേ സ്കൂളിനും PVIPക്കും കോട്ടേജ് മീറ്റിങ്ങിനും ഇതിനൊക്കെ ഞങ്ങൾ കടന്നുപോയി ആത്മീയ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേട്ടത്തിയുടെ വിവാഹം കഴിഞ്ഞു. കർണാടകയിലാണ് വിവാഹം നടത്തി കൊടുത്തത്. അതിനുശേഷം വീട്ടിലെ ഉത്തരവാദിത്തമൊക്കെ എനിക്കായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതൽ പഠിക്കാനുള്ളതായ ഒരു സാഹചര്യം എനിക്ക് ലഭിച്ചില്ല. അതും മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 8 പേര് മക്കള്. എൻ്റെ അപ്പച്ചൻ്റെ വരുമാനത്താൽ വേണം ഞങ്ങൾ കഴിയാൻ. ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെയാണ് ഞങ്ങൾ കടന്നുപോയത്. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ
സ്വത്തെന്ന് പറയുന്നത് ദൈവം ഒഴികെ ഞങ്ങളുടെ പിതാവാണ്. ആ പിതാവിന്റെ വരുമാനമാണ്. അന്നത്തെ കാലത്ത് തുച്ഛമായ ശമ്പളമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എങ്കിലും എൻ്റെ അമ്മ കിട്ടുന്നതിന്റെ കറക്റ്റ് ദശാംശം കൊണ്ടുവന്ന് ഫെയ്ത്തോമി കൊണ്ട് കൊടുക്കും, പാസ്റ്റർക്ക് കൊണ്ട് കൊടുക്കും. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെയായി എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. അതും കർണാടകയിലാണ്. അദ്ദേഹം ആൾക്കാരും എല്ലാം വന്നു, എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു മാസം 15 ദിവസത്തിനകം എൻഗേജ്മെന്റും കല്യാണവുമാണ്. ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് കുറുമ്പേര സഭയിൽ വെച്ചാണ്. അത് ടി.ജി. ഉമ്മറ്റും പാസ്റ്ററാണ് ഞങ്ങളുടെ കല്യാണം നടത്തുന്നത്. എന്നാൽ കർത്താവിന്റെ ദാസന് അന്ന് മർത്തോമ സഭയിലാണ് പോയിക്കൊണ്ടിരുന്നത്, അവർ ഫാമിലി ആയിട്ട്. അപ്പം വിവാഹം നടന്നു. അപ്പൊ എൻ്റെ അപ്പച്ചന് അത് വലിയൊരു വിഷമം. അപ്പൊ അദ്ദേഹത്തിന് രക്ഷിക്കപ്പെട്ടിയാണ്, സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം വിവാഹം കഴിഞ്ഞ ശേഷം സ്നാനം എടുക്കും എന്നുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങള് കർണാടകയിലേക്ക് പോയി. അപ്പൊ ആ പ്രസന്റേഷൻ സമയത്ത് എൻ്റെ കഴുത്തിൽ ഒരു മാലയൊക്കെ കൊണ്ടിട്ടു. അപ്പൊ എനിക്കും അത് ദുഃഖമായിരുന്നു, എൻ്റെ പിതാവിന് വലിയ ദുഃഖമായിരുന്നു. എന്ന് വെച്ചാൽ സത്യത്തിന് വേണ്ടി അവർ ഒത്തിരി ഉപദ്രവങ്ങൾ അനുഭവിച്ചവരാണ്. ഞങ്ങളെ ഇങ്ങനെ കൊണ്ട് മറ്റൊരു സമുദായത്തിൽ കെട്ടിക്കുന്നത് വലിയ ദുഃഖമായിരുന്നു. എൻ്റെ അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ, അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകല്ലെന്ന്. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ, ഞാൻ ഒരിക്കലും അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോകത്തില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ മുണ്ടുവടം എന്ന് പറയും, ഉപ്പിടിക്കടുത്ത് മുണ്ടുവടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ വന്നു. 2-3 ആഴ്ച കഴിഞ്ഞപ്പം വന്ന ആ ആഴ്ചയിൽ തന്നെ ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു, വേഗം ഒരുങ്ങ്, മർത്തമായില്ല എന്ന് ആരാധനയ്ക്ക് പോലെയെന്ന്. ഞാനപ്പം ദുഃഖിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം കർത്താവിന്റെ ദാസനോട് ഞാൻ ചെന്ന് ചോദിച്ചു, ഒന്ന് മർത്തോമയിലാണോ ആരാധന? ഇല്ല, ഞാൻ പോകത്തില്ല, നമുക്ക് ബെന്തിക്കോസ് ആരാധനയിൽ പോകാം. എൻ്റെ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു അവിടെ. പി.എ. കുറിയാക്കോസ് എന്ന് പറഞ്ഞ ദേവദാസനാണ് അവിടുത്തെ പാസ്റ്റർ. നല്ല അനുഗ്രഹം, ആത്മ നിറവിലുള്ളതായ ആരാധനയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ആരാധനയ്ക്ക് പോയി, ബെന്തിക്കോസ് ആരാധനയിൽ. പുള്ളി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അന്ന് പാട്ട് പാടി അദ്ദേഹം സാക്ഷിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആത്മീയ സന്തോഷം അനുഭവിച്ചു മടങ്ങിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായ കുടുംബ ജീവിതം നയിക്കുന്നു. ഏതാണ്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പച്ചനെ മർത്തോമായിലെ അച്ഛനെ വിളിച്ചു വരുത്തി. ഞങ്ങള് പള്ളിയെ കൊണ്ടുപോയി മിന്നു കെട്ടി പള്ളിയുടെ അംഗമായിട്ട് പോണമെന്ന്. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ല. അദ്ദേഹവും അങ്ങനെ തന്നെ പറഞ്ഞു, ഇല്ല, ഞാനും ഇല്ല എന്ന്. അച്ഛൻ ഒത്തിരി ഉപദേശമൊക്കെ ഞങ്ങളോട് പറഞ്ഞു, മർത്തോമാ സഭ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്, നിങ്ങൾ അത് വിട്ടു പോവരുത്, മിന്നു കെട്ടി പള്ളിയിൽ തന്നെ പോകണമെന്ന്. അപ്പം കർത്താവിന്റെ ദാസൻ അപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ കല്യാണം 10,000 ആൾക്കാരുടെ ഇടയിൽ വെച്ച് ബെന്തിക്കോസ് വെച്ച് നടന്നതല്ലേ, പിന്നെ നമുക്കത് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, മിന്നു കെട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ കല്യാണം കഴിയുന്നുള്ളത്. അപ്പം കർത്താവിന്റെ ദാസൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം ഞാൻ ഈ പെൺകുട്ടി ആരായിട്ടാണ് എൻ്റെ കൂടെ നിർത്തിയെന്ന്. എന്നിട്ട് അച്ഛന് പിന്നെ ഒന്നും പറയണ്ട, അവരിറങ്ങി പോവുകയും ചെയ്തു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ആത്മീയ കൂട്ടായ്മയെ കടന്നു പോവുകയും ആത്മീയമായ സന്തോഷം അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയാണ്, അദ്ദേഹം സ്നാനപ്പെട്ടില്ലല്ലോ എന്ന്. എന്നാൽ ദൈവസന്നിധി ഞാൻ രാത്രി സമയങ്ങളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കും. അദ്ദേഹത്തെ മാത്രമല്ല, കുടുംബം മുഴുവനും വിശ്വാസത്തിൽ വരണം. ഭർത്താവ് കുടുംബമാണ്, അവർ 6 പേരാണ് സഹോദരങ്ങള്, അപ്പച്ചനും അമ്മച്ചിയും. അപ്പൊ ആ വിഷയം വെച്ച് ഞാൻ ദൈവസന്നിധി വളരെയേറെ നെഞ്ചോട് പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ഞാൻ പറയും, അയ്യോ, അങ്ങനെ പോരാ, സ്നാനപ്പെട്ട് മുന്നോട്ട് വരണം, കർത്താവിന്റെ തിരുമേശ ഞാൻ അങ്ങനെ അനുഭവിക്കുന്നില്ലല്ലോ. ഇല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുമ്പോൾ ഞാൻ അത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 6 മാസമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരു ദിവസം രാത്രി കുടുംബ പ്രാർത്ഥനയിൽ, ശനിയാഴ്ച, അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ ഞാനാണ് മലയാള ബൈബിൾ വായിക്കുന്നത്. അപ്പൊ അത് വായിക്കാൻ ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ വചനം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അത് വായിച്ചു കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും കൂടെ വായിച്ചു കേൾപ്പിക്കാൻ. ഞാൻ ഒരു പ്രാവശ്യം നല്ല സ്ഫുടമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വായിച്ചു. അപ്പോഴേ അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു, അങ്ങനെ കിടന്നു.
ഞാൻ അന്ന് എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി. എനിക്ക് മനസ്സിലായി കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. രാവിലെ ഞങ്ങള് കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റു. അന്നേരം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന വചനം അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം അതിന്റെ 15-ാം വാക്യമാണ്. ഇനിയും നീ താമസിക്കുന്നത് എൻ്റെ നാമം വിളിച്ച് സ്നാനം ഏൽക്കുക എന്ന്. അങ്ങനെ ആ വചനം കേട്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി ആരാധനയിൽ പോയി. വളരെ സന്തോഷം, വളരെ സന്തോഷം. ആരാധനയിൽ ചെന്ന ഉടനെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കിന്ന് സ്നാനം എടുക്കണം. പാസ്റ്റർ പറഞ്ഞു, അയ്യോ അതിനെന്നാ, ഇന്ന് തന്നെ സ്നാനം എടുക്കാമെന്ന്. അങ്ങനെ ആരാധനയിൽ അദ്ദേഹം അന്നത്തെ ആരാധനയിൽ ആർപ്പോട് നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്ര എന്നുള്ള പാട്ട് പാടി സാക്ഷി പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന കൂടിയിട്ട് ദൈവദാസനും സഭയും അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ വീടിനടുത്തൊരു ചിറയുണ്ട്, അവിടെ പോയി സ്നാനപ്പെടുന്നതിന് വേണ്ടി വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ റോഡിൽ നിൽക്ക്, ഞാൻ പോയി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞിട്ട് വരട്ടെന്ന്. അപ്പൊ അങ്ങനെ വീട്ടിൽ ചെന്ന് അപ്പച്ചനും അമ്മച്ചിയും അവിടെ ഉണ്ട്. ആരാധന കഴിഞ്ഞ് അവിടെ വന്നിരിക്കുകയാണ്. പുള്ളി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന്. അപ്പച്ചനൊന്നും. അപ്പൊ ഞാൻ ആ റോഡിൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അപ്പച്ചൻ ചില കോപമുള്ള ഒരു ആളാണ്, ഇനി എന്തെങ്കിലും അദ്ദേഹത്തെ അടിക്കുമോ ഉപദ്രവിക്കുമോ എന്തോ വലിയ ഭാരത്തോട് ഞാൻ ആ റോഡിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവേ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ സിംഹത്തിന്റെ വായ അടച്ച കർത്താവ് അവരോട് കൂടെ ഇരിക്കുകയാണ്. ഒന്നും ഒരു പ്രതിബന്ധം പറയാൻ ഇടയാക്കട്ടെ. സത്യം പറഞ്ഞാൽ അപ്പച്ചൻ ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞില്ല. അമ്മച്ചി കരഞ്ഞുകൊണ്ട് വന്നു. ബന്ദിഗോസിൽ പോയി കെട്ടിയിട്ടല്ലേ ഇങ്ങനെ, ഇനിയും തലയണ മന്ത്രം തന്നൊക്കെ നിന്നെ മയക്കിതാന്നോന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ട് പോന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അന്ന് സ്നാനപ്പെട്ടു വളരെ സന്തോഷത്തോടെ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളെ എല്ലാ ദൈവമക്കളും കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ പ്രാർത്ഥിച്ചാക്കിയിട്ട് അവർ പോയി. എന്നാല് പ്രതികൂലം അന്ന് ആ സമയത്തൊന്നും ഇല്ല. പിന്നെല്ലാം പ്രതികൂലമായി. ഞാനാണ്, എന്നോടാണ് വളരെ വിരോധമായിട്ടും വൈരാഗ്യമായിട്ടും ഞാൻ എന്ത് ചെയ്താലും അത് അവർക്ക് വളരെ വിഷമമാ. അങ്ങനെ വളരെ കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഞാൻ അവിടെ ലഭിച്ചു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ തോറ്റുപോയില്ല. വീട്ടിലെ ജോലി വളരെ കഷ്ടപ്പെട്ട ജോലിയാണ്. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നവള്. ഈ കർണാടകയുടെ ഒന്നും ഉള്ളതായ ആ സാഹചര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പകലത്തെ ജോലി കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും ആ കുടുംബത്തിന് വേണ്ടി. കർത്താവിന്റെ ദാസൻ സ്നാനപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരനിയനേ ഉള്ളൂ. ആ അനിയനും ഒരു നാത്തൂനും സ്നാനപ്പെട്ടു. വളരെ അത്ഭുതമാണ്. അവര് ഞങ്ങളോട് കൂടി ആരാധനയ്ക്ക് വരും. ഞങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു. അവർക്ക് ആ സത്യത്തെ മനസ്സിലായി. സ്നാനപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പച്ചനെ നാട് വിട്ടു പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എവിടാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. 4 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് അപ്പച്ചനെ കേരളത്തിലുണ്ടെന്നുള്ളത്. എന്നെ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് പോലും അങ്ങനെ കൊണ്ടുപോയില്ല. വീട്ടിൽ അത്രയ്ക്ക് വളരെ പ്രതികൂലമായി എന്നോട്. ഞാൻ കാരണമാണല്ലോ അദ്ദേഹം മുന്നോട്ട് വന്നത്, സ്നാനപ്പെട്ടത്, എങ്ങനെയുള്ളതായ ആ ചിന്താഗതി. അങ്ങനെ ഡെലിവറി സമയമായപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ആ അസുഖം തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നു. 69-ൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. 70-ൽ എൻ്റെ പേരൻസ് എല്ലാം നാട് വിട്ടിങ്ങി പോന്നു, കർണാടകയിൽ പോന്നു. കാരണം ഞങ്ങൾ 2 പെൺമക്കളെ ഇവിടെ കെട്ടിച്ചു. അവർക്ക് താങ്ങാൻ വയ്യാത്ത വരുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങി പോന്നു. അങ്ങനെ അവിടെ തന്നെ അവർ വീട് വെച്ചൊക്കെ അവർ താമസിക്കുക. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് പൂർണ്ണമാസമാണ്. ഹോസ്പിറ്റലിൽ എന്നെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുക. ആ സമയത്ത് എൻ്റെ അമ്മ ചോദിച്ചു, മോളെ വയറ്റിൽ അനക്കമുണ്ടോ? അപ്പൊ എൻ്റെ വയറ്റിൽ അനക്കമൊന്നുമില്ല, എനിക്കൊന്നും അറിയുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ വലിയ ദുഃഖം തോന്നി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ കുഞ്ഞിനെ തന്നില്ല എങ്കിൽ എന്നെ അങ്ങ് വിളിക്കണം. ഇല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിട്ടേക്കാമെന്ന്. സത്യം പറയാൻ പാസ്റ്റേ, അവിടെ ആ സമയം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുഞ്ഞ് വയറ്റിൽ അനക്കം തുടങ്ങി. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം കൊണ്ടെടുത്ത് പറഞ്ഞു, ഒക്കത്തില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാൻ. അങ്ങനെ ഹുബ്ലി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർമാരെന്നെ കണ്ടിട്ട് പറഞ്ഞു, 2 പേരെയും കിട്ടത്തില്ല, കുഞ്ഞിനെ എന്നെയും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സിസേറിയൻ ചെയ്തു കുഞ്ഞിനെ എടുത്തു.
കുഞ്ഞിനെ എടുത്തു. ഞാൻ ഒത്തിരി സീരിയസിലായി. മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലായി. എൻ്റെ പേരൻസ് ഒക്കെ നാട് വിട്ട് വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. എന്നെ പ്രതിയാണ് അവർ ആ ദേശം വിട്ട് വന്നത്. അങ്ങനെ വളരെ ദുഃഖത്തോടായിരുന്നു. അപ്പോൾ 5 ദിവസം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. കുഞ്ഞ് ആരോഗ്യത്തോടുണ്ടായി. കർത്താവ് ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ കുഞ്ഞിനെ തന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ചില ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് ഞങ്ങളെ ആത്മീയമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാധനയിൽ പോകുമ്പോൾ പല ദൈവമക്കൾ കൂടെ ദൈവദാസന്മാരിൽ കൂടി നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനോട് ഞാൻ കണ്ടിരിക്കുന്നു, നീ എൻ്റെ വേല ചെയ്യണം. അതിനാൽ പല പല ദൈവിക ആലോചന കേൾപ്പാനിടയായി. അങ്ങനെയായി മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനം എടുക്കുകയാണെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അത് സംഭവിക്കാൻ പോകുന്നോ എന്നോർത്ത് സാറ ചിരിച്ചതുപോലെ ഞാൻ ചിരിച്ചു. കാരണം എനിക്കത് സംഭവിക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനുള്ളതായ എല്ലാ സാഹചര്യങ്ങളും, ഹുബ്ലിയിൽ ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു, കെ ഇ എബ്രഹാം പാസ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ അവിടെ. അങ്ങനെ പോകാൻ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ ബൈബിൾ കോളേജിൽ പോകാൻ എല്ലാം റെഡിയായി. അങ്ങനെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ കർത്താവിൻ്റെ തിരുവചനം പഠിക്കാൻ പോകുക, എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ അപ്പച്ചൻ കോപത്തോട് പറഞ്ഞു, നീ പോകുന്നത് കൊള്ളാം, എൻ്റെ ഭവനത്തിൽ നിന്ന് 1 ഇഞ്ച് ഭൂമിയോ 10 പൈസയുടെ സ്വത്തോ തരികയില്ലെന്ന്. കർത്താവിൻ്റെ ദാസൻ കൈ കൂപ്പി പറഞ്ഞു, വേണ്ട അപ്പച്ച എന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാനുള്ളതായ തീരുമാനത്തിൽ അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് 2ാമതൊരു കുഞ്ഞിനെ തന്നു. ഞാനന്ന് 6 മാസം പ്രഗ്നൻ്റ് ആണ്. കർത്താവിൻ്റെ ദാസൻ കോളേജിലേക്ക് ബൈബിൾ കോളേജിൽ പോയി. അന്ന് രാത്രി പിതാവ് എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ആ രാത്രി ഞാൻ ഇവിടെ പോകണം അപ്പച്ച, ഞാൻ രാവിലെ പൊക്കോളാം, ഒക്കത്തില്ല, രാത്രി തന്നെ ഇറങ്ങണമെന്ന്. ഇതെല്ലാം സുവിശേഷത്തിനോടുള്ളതായ ആ വൈരാഗ്യവും ആ വൈഷമ്യവുമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുക. അപ്പം ആ രാത്രിയിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്, ഞങ്ങൾ അനുഭവിച്ച് വന്ന വഴിയെ ഞാൻ പറയുകയാണ്. എൻ്റെ വീട്ടിലോട്ട് ചെന്നു 1 കിലോമീറ്റർ നടക്കണം. എൻ്റെ അപ്പച്ചന് പട്ടി കുരയ്ക്കുന്ന കേട്ട് എൻ്റെ അപ്പച്ചനെ ഇറങ്ങി വന്നു. മോളെ നീ എന്താ ഈ രാത്രിയിൽ? ഇല്ല, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ 10-18 വയസ്സ് വരെ നിന്നെ ഞാൻ വളർത്തിയല്ലോ, ഇനി നീ അങ്ങോട്ട് പോകണ്ട, എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചോ. അങ്ങനെ ഞാൻ ആയപ്പോൾ ഹുബ്ലി മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി. അവിടുന്ന് കിട്ടുന്ന ആഹാരമൊക്കെ കഴിച്ച് എന്നെ വന്നാരും കാണാനുമില്ല, എൻ്റെ വിവരം തിരക്കാനും ആരുമില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പാണ് എല്ലാവർക്കും. അപ്പം അവിടെ കിട്ടുന്നതായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു ഞാൻ അങ്ങനെയായി. ഒരു ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു, ഇന്ന് നിന്റെ സിസേറിയനാണെന്ന്. അയ്യോ, എനിക്ക് അത്ഭുതം തോന്നി, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കൊച്ച് അവിടെ നേഴ്സിങ്ങിന് പഠിക്കുന്ന, ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ 1.5 രൂപയുണ്ട്, ഇത് കൊടുത്തിട്ട് പറഞ്ഞു നീ വീട്ടിലേക്ക് ഇത് ഫോൺ ചെയ്തെന്ന് അറിയിക്കണമെന്ന്. ആ കൊച്ച് ഫോൺ ചെയ്ത് വീട്ടിൽ അറിയിച്ചു. കിട്ടിയപ്പോൾ ഒത്തിരി വൈകിട്ടാണ് കിട്ടിയത്. അന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഇട്ടിട്ട് സ്റ്റുഡൻറ്റിനെ ഏൽപ്പിച്ചിട്ട് പോയി. അങ്ങനെ ബ്ലീഡിങ് ആകാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഞാൻ മരണത്തോളമായി. അവർ എൻ്റെ ബ്ലഡിന് അവിടെ ഇവിടെയൊക്കെ നോക്കി, കിട്ടിയില്ല. ഓപ്പോസിറ്റാണ് എൻ്റെ ബ്ലഡ്. ഡോക്ടർമാർ സിസ്റ്റർമാർ അവർ പണമൊക്കെ കരുതി അങ്ങനെ നോക്കി, എവിടെ ചെന്നിട്ട് ബ്ലഡ് കിട്ടിയില്ല. ആ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇത്ര സമയത്തിനകം ബ്ലഡ് കൊടുത്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന്. അവർ പറഞ്ഞ സമയത്ത് അവർ വന്ന് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് ഉണ്ട്. അവർക്ക് അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്, കർത്താവിൻ്റെ ബ്ലഡ് എനിക്ക് തന്നതാണ്. അങ്ങനെ ചില ദിവസങ്ങൾ ഞങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് ഞാനുമായി സന്തോഷത്തോടെ എൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ടും ഈ കുഞ്ഞിനെ കാണാനോ മാതാപിതാക്കളോ ആരും വന്നില്ല, ഒരു സഹകരണവും ഞങ്ങളോട് കാണിച്ചില്ല. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ബൈബിൾ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്
ദൈവത്തിന്റെ ആലോചന ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ പോയി ചാർജ് എടുക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ധാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞങ്ങള് അപ്പച്ചനെയും അമ്മച്ചിയെയും കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിച്ചു. ഞങ്ങള് ആ സ്ഥലത്തോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അടുത്തുള്ളവരെല്ലാം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങൾ എന്തോ ഭോഷത്വമായി കാണിക്കുന്നേ, രണ്ട് പെൺപിള്ളേരല്ലേ, ഇവരെ എങ്ങനെ കെട്ടിക്കും, പഠിപ്പിക്കുന്ന എങ്ങനെയാ, അവരുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കർത്താവ് തന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് കരുതിക്കൊള്ളും. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ 4-5 ചപ്പാത്തി ചുട്ട് തന്നു വിട്ടു. അതും കൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ആ ധാർവാഡിലേക്ക് പോയി. ഞങ്ങൾ എങ്ങനെ ധാർവാഡിൽ പോയി ആ റൂമിലിരുന്നു, കയറി പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പോൾ എൻ്റെ അമ്മ തന്നുവിട്ട ആ ചപ്പാത്തി തിന്നു, കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. ഒരു ഗ്ലാസ് പോലും ആ കുടുംബത്തിൽ നിന്ന് എടുക്കാൻ അനുവദിച്ചില്ല. അപ്പൊ കയ്യിൽ വെള്ളം കോരി കുഞ്ഞിനും കൊടുത്തു, ഞങ്ങളും കുടിച്ചു. അങ്ങനെ ആ റൂമിൽ വന്ന് പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വൈകിട്ട് കുഞ്ഞാണ്, വിശപ്പൊട്ടും സഹിക്കുന്നവളല്ല, എന്താ ഞങ്ങള് എന്ത് കഴിക്കും വൈകിട്ട് എന്നുള്ള ആ ചിന്താഭാരത്തോടെ. എന്നാ ദൈവത്തിന്റെ കരുത്ത് ഞാൻ പറയുകയാണ്. ഒരു 6 മണി ആയപ്പോൾ ഒരു സഹോദരൻ വന്ന് കതവിനെ തട്ടി. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ റൂമിലോട്ട് ഒന്ന് വന്നാട്ടെന്ന്. അപ്പം 32 റൂമുകളാണ്, എല്ലാം സ്റ്റുഡൻ്റാ. അപ്പം കർത്താവിന്റെ ദാസന് അവിടേക്ക് കയറി ചെന്നപ്പോൾ നമ്മുടെ നാട്ടില് വലിയ കൊട്ടയുണ്ടല്ലോ, ആ വലിയ കൊട്ട നിറയെ സാധനങ്ങൾ, അതിനകത്ത് വേണ്ടുന്ന എല്ലാ സാധനങ്ങളുണ്ട്. സ്റ്റൗ ഉണ്ട്, മണ്ണെണ്ണയുണ്ട്, അരിയുണ്ട്, വീട്ടിൽ ഏതെല്ലാം സാധനം വേണോ ആ സാധനങ്ങളെല്ലാം കൊട്ടയ്ക്കകത്തുണ്ട്. അത് ഒരു വാളകം സഭയിലുള്ള ഒരു സഹോദരനാണ്, BSc പഠിക്കാൻ വന്നതാ. കുറച്ച് ദിവസം ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം പറിക്കുക കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ വെച്ചതാ. പുള്ളി തീരുമാനിച്ച് ആരെങ്കിലും ദേവദാസന്മാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാമെന്ന്. എന്നാൽ ഞങ്ങൾക്ക് അത് ലഭിച്ചു. കർത്താവിന്റെ ദാസൻ അത് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ സ്റ്റൗ കത്തിച്ച് കഞ്ഞി വെച്ചു. ഞങ്ങൾ 3 പേരും കുഞ്ഞിനും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. കർത്താവ് അത്ഭുതമായി നടത്തി. ഒരു പാത്രമോ ഗ്ലാസോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലാത്ത, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അതിനകത്തുണ്ടായിരുന്നു, പാത്രങ്ങളും ഫുഡുകളും എല്ലാം. അങ്ങനെ കർത്താവ് നടത്തി. ആ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവിടെ മീറ്റിംഗ് നടക്കുവാനും എല്ലാം കന്നഡക്കാരാണ്. ഞങ്ങൾ ഈ വാസൻ മിഷൻ വീടുകളിലൊക്കെ കയറി ഇറങ്ങും, സൗകര്യമാരുടെ മീറ്റിംഗ് വയ്ക്കും. വളരെ അനുഗ്രഹമായി ഞങ്ങൾക്ക് അവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ 73 എനിക്ക് പെട്ടെന്ന് എൻ്റെ ശരീരം മുഴുവൻ നീരുണ്ടായി. നീരെന്ന് വെച്ചാൽ കണ്ണുകൾ ഇങ്ങനെ തുറക്കാൻ നിന്നും അതുപോലെ നീരായി. കൊച്ചു കുഞ്ഞുങ്ങള്. അപ്പം എന്താ കാരണമെന്ന് അറിയത്തില്ല. അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് 3 അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. 3 ദിവസം എനിക്കൊന്നും അവർ മരുന്ന് തന്നില്ല. അവർ തരാഞ്ഞത് ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് തരാഞ്ഞത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് അസുഖം അങ്ങനെ വലിയ കുറവില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകുക, തൊണ്ടയ്ക്ക് ഉമിനീരിറക്കാനൊന്നും ഒക്കത്തില്ല. അങ്ങനെ ആയിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പം ഹുബ്ലിയിൽ ഒരു ക്രൂസൈഡ് നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യക്കാരി സരോജ എന്ന് പറഞ്ഞതായ ഒരു സഹോദരിയാണ്, ഒരു നല്ല ദൈവദാസിയാണ്. ആരോ പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുചെല്ലാനെന്ന്. അപ്പൊ അങ്ങനെ പോകാനുള്ള ആരോഗ്യമില്ല, എങ്കിലും ഞങ്ങൾ എങ്ങനെ ഓട്ടോ പിടിച്ചോ എങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് നല്ല പ്രോഗ്രാമുകളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുന്നത്. കുഷ്ഠരോഗികള് ആ കൈയെല്ലാം ഇങ്ങനെ കുഷ്ഠം പിടിച്ച് ചുരുണ്ടിരിക്കുന്ന കൈ, ആ ദൈവദാസി പ്രാർത്ഥിക്കുമ്പോൾ ആ വിരലെല്ലാം നൂട്ടിട്ട് ഈ വീൽ ചെയറിൽ വരുന്നവര് സൗഖ്യം പ്രാപിച്ചിട്ട് വീൽ ചെയർ വലിച്ചെറിയുകയാണ്. അങ്ങനത്തെ വലിയൊരു അത്ഭുതങ്ങളാണ്. ആ ദൈവദാസി എന്നെ അടുത്ത് വിളിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവിന് ഞാൻ സ്തുതിക്കുന്നു. ആ ദൈവദാസി പ്രാർത്ഥിക്കുന്ന സമയം ആത്മാവിൽ ഞാൻ നിറഞ്ഞു എൻ്റെ കർത്താവിനെ ആരാധിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് അത്ഭുതമായി വിടുതൽ തന്നു, അത്ഭുത സൗഖ്യം തന്നു. ഇന്നുവരെയും ഞാൻ ആ രോഗം പിന്നെ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ എൻ്റെ കർത്താവിന്റെ വിടുതലിന്റെ കരുത്തെ അനുഭവിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ പിന്നെ ഈ ദേശത്ത് അവിടെ വന്ന് ഞങ്ങൾ കർത്താവിന് വേല ചെയ്തു.
3 വർഷം അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചു. അനുഗ്രഹമായിരുന്നു. അനേക കുടുംബങ്ങൾ കയറി ഇറങ്ങുവാനും അനേകർ കർത്താവിന്റെ സാക്ഷികളാകുവാനും കർത്താവിനെ സേവിപ്പാനും ഈ കർണാടക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ദേശമാണ്. അനേക ദൈവം അവർ പറയുന്ന 106 ദൈവങ്ങളാണ് അവർക്കുള്ളതെന്ന്. സത്യ ദൈവം ആരാണെന്ന് അവർക്ക് അറിയാത്തതാണ്. ഇന്നും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കർണാടകയിൽ. എന്നാൽ ആ ദേശത്ത് അനേക ആത്മാക്കളെ കാണുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫറായി ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിൽ തരീക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നല്ല സഭയാണ്, അനുഗ്രഹിക്കപ്പെട്ട സഭ, വലിയൊരു സഭയാണ്. മലയാളികളായിട്ടുള്ളവരാണ്. ഞങ്ങൾ അവിടേക്ക് കടന്നു വന്നു. എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ സ്കൂളിൽ ചേർക്കുവാനും പഠനം മുന്നോട്ട് നടത്തുവാനും എല്ലാ രീതിയിലും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ ഒരു സഭയായിരുന്നത്. അന്ന് ഞങ്ങളുടെ ഒരു വാഹനം എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. ഈ സൈക്കിളിലാണ് ഞങ്ങൾ 15 കിലോമീറ്റർ ചവിട്ടി അങ്ങനെ വീടുകളിൽ വിസിറ്റിങ്ങിന് പോകുകയും ആരാധനയ്ക്ക് പോകുന്നതൊക്കെ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം, ഹല്ലേലൂയ, എൻ്റെ ദൈവം നടത്തിയ വഴികളെ എനിക്ക് ഓർക്കുവാനും വർണ്ണിക്കുവാനും കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 84-ല് എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന ഉണ്ടായി. ഈ കൈ അങ്ങ് തളർന്നു പോകുന്നു. ഞാൻ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എന്താണെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് അടുത്തൊരു ആശുപത്രി എന്നെ കൊണ്ട് കാണിച്ചോ പറഞ്ഞു, അയ്യോ ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാൻ. അങ്ങനെ എന്നെ പെട്ടെന്ന് ഭദ്രാവതി നിർമ്മല ഹോസ്പിറ്റൽ എന്ന് പറയും, ഒരു കത്തോലിക്കരുടെ ഹോസ്പിറ്റലാണ്. അവിടെ എന്നെ കൊണ്ടുപോയി അവിടെ എന്നെ അഡ്മിറ്റ് ആക്കി. ഒരു വെള്ളിയാഴ്ചയാണ് അഡ്മിറ്റ് ആക്കിയത്. ശനിയാഴ്ചയൊക്കെ ആയപ്പോഴും എനിക്ക് സീരിയസ് ആണ്. ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കുകയാണോ? അതല്ല, നീ എന്നെ ഏൽപ്പിച്ച വേല ഞാൻ ചെയ്തു തീർത്തില്ലല്ലോ. ആ ഒരു 2 ദുഃഖം ദൈവത്തോട് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും അറിയുന്നില്ല, എൻ്റെ ബോധം മറന്നു. കർത്താവിൻ്റെ ദാസനെ വന്നെന്നെ നോക്കുമ്പോൾ എൻ്റെ കൈ ഗ്ലൂക്കോസ് കയറുന്നില്ല. ഞാൻ മരിച്ച അവസ്ഥയിലായി. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇവർ മരിച്ചു പോകും, നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മരണത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ഇതെന്റെ വിടുതലിന്റെ കാര്യം ഞാൻ പറഞ്ഞാല്, ആ സഭ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ ദൈവമക്കൾ പറഞ്ഞു, കുടുംബമായി അവർ ദേശത്ത് കടന്നു വന്നു. ദുഃഖത്തോട് കർത്താവെ അയക്കരുത്, കർത്താവിന്റെ ദാസയെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കർത്താവ് എന്നെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ സ്ഥലത്ത് ഞങ്ങൾ 11 വർഷം കർത്താവിന്റെ വേല ചെയ്തു, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ. അതിന്റെ അടുത്തുള്ളതായ ബീരൂര്, കടൂര്, ഈ സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുവാനും അവിടെ സഭകൾ ഉണ്ടാകുവാനും ഇന്നുമുണ്ട്. അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുമുണ്ട്. കർത്താവ് അത്ഭുതമായി നടത്തി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായി ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. 86-ലാണ് ബാംഗ്ലൂരിൽ കടന്നു വരുന്നത്. HALന്റെ അടുത്ത് രമേശ് നഗർ എന്ന് പറഞ്ഞ സഭയിലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ. ആ പ്രദേശത്തും കർത്താവിന്റെ മഹത്വമുള്ള അതിശക്തിയോട് ചെയ്യുവാൻ അനേക കർണാടകക്കാര് കൂട്ടായ്മയിൽ കടന്നു വരുവാനും ഒക്കെ വളരെ അനുഗ്രഹമായിരുന്നു. 3 വർഷം അവിടെ ശുശ്രൂഷിച്ചു. അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളതായ ലിംഗരാജപുരം എന്ന് പറയുന്ന ആ സഭയിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫറായി. അവിടെ ഞങ്ങൾ 3 വർഷം കർത്താവിന്റെ വേല ചെയ്ത് അനേക ബ്രാഞ്ചുകളായി സഭകൾ ഉണ്ടാകുവാനും എല്ലാം കർത്താവ് ഇടയാക്കി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതിനുശേഷമായി ഞങ്ങൾ മടിവാള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടേക്ക് കടന്നുപോയി. അവിടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ സന്തോഷത്തിന്റെ സമയങ്ങളായിരുന്നു. അനേക കത്തോലിക്ക ഭവനങ്ങളിൽ കടന്നു പോകുവാനും അവിടെയുള്ള ആൾക്കാര് വിശ്വാസത്തിൽ വരുവാനും വളരെ സന്തോഷത്തിന് ആ സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി തീരുവാൻ കർത്താവ് ഇടയാക്കി. 5 വർഷം അവിടെ ഞങ്ങൾ ശുശ്രൂഷിച്ചു. അതിനുശേഷമായി സ്റ്റേറ്റിൻ്റെതായിട്ടുള്ളതായ ആ രീതി ഞങ്ങള് സ്റ്റേറ്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസന് എന്നെ ഓടിച്ചാടി നടക്കുവാനുള്ളതായ ആ സമയങ്ങളായിരുന്നു. അങ്ങനെ ആത്മീയമായി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഭൗതികമായിട്ടും ശാരീരികമായും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. 1914 ഞങ്ങൾ 2 പേരും കൂടെ ഒരു ആരാധനയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവദാസന്റെ ഭവനത്തിൽ ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അപ്സ്റ്റേറിലാണ് ആരാധന നടക്കുന്നത്. ഞാൻ 2 സ്റ്റെപ്പ് കയറിയപ്പോൾ എൻ്റെ നെഞ്ചിന് വല്ലാത്ത ഒരു പ്രയാസം. എനിക്ക് ആ വേദന ഇന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആ 2ാമത്തെ സ്റ്റെപ്പിൽ നിന്നിങ്ങനെ സ്തോത്രം പറഞ്ഞ്
ഞാൻ മേളിൽ പോയി ആരാധനയ്ക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ ദൈവദാസൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം തന്നു. ഞാൻ പ്രാർത്ഥിച്ചു. സാക്ഷിക്കുള്ള സമയം തന്നു. ഞാൻ സാക്ഷി പറഞ്ഞു. അപ്പോഴൊന്നും എനിക്ക് ശാരീരികമായ അത്ര പ്രയാസമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുള്ളൂ. ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോലെ ചില ദൂരമാണ്, ലട്ടറൺ സിറ്റി എന്ന് പറയാം ആ സ്ഥലം. അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്ന വഴിയെല്ലാം എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയാണ്, ഭയങ്കര നെഞ്ചുവേദന. സൺഡേ ആയതുകൊണ്ട് ഈ ഡോക്ടർമാരൊന്നും കാണത്തില്ല. എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന്. അങ്ങനെ രാത്രി 1 മണിയായപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായി. എൻ്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങൾ അടുത്തുണ്ട്, ആനി ആനി അവിടെ ഭർത്താവും. അപ്പൊ അങ്ങനെ അവരെ വിളിച്ചു, അവർ ഓടി വന്നു. അപ്പൊ പറഞ്ഞില്ല, കൊച്ചമ്മ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ. അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് വേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നു. അപ്പൊ എനിക്ക് ആ വേദന ഒത്തിരി കുറഞ്ഞു. വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഫോർട്ടീസിലാണ് ഈ ആർട്ട് സംബന്ധമായുള്ള. അവർ പറഞ്ഞില്ല ആൻജിയോഗ്രാം ചെയ്യണമെന്ന്. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ വാൽവിന് ബ്ലോക്കാണ്. അപ്പോൾ തന്നെ അവർ സ്റ്റെൻറ്റ് ഇട്ടു. 12 വർഷം കൊണ്ട് ഞാൻ ആ സ്റ്റെൻറ്റ് ഉപയോഗിച്ച് എൻ്റെ വീട്ടിലെ വേല ചെയ്യുന്നു, കർത്താവിൻ്റെ വേല ഞാൻ ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് ഭവനങ്ങൾ കടന്നു പോവുകയും ചർച്ചകളിൽ കടന്നു പോവുകയും അങ്ങനെ കർത്താവിൻ്റെ വേലിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് ഇത്രത്തോളം നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ജൂലൈ ഫെബ്രുവരി ആണ് കർത്താവിൻ്റെ ദാസന് ഈ പുറത്തും നടുവിനുമായി ഭയങ്കര വേദനയായിട്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് അവര് ഓപ്പറേഷൻ ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം വരാൻ പറ്റാഞ്ഞത്. അങ്ങനെ ബൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. അവിടെ ഓപ്പറേഷൻ ചെയ്തു. കർത്താവിന്റെ കൃപയാൽ സുഖമായി. അതിനുശേഷമാണ് ഈ 3 മാസത്തിന് മുൻപേ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന പോലെ തോന്നി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ECG എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, അഡ്മിറ്റ് ആകണമെന്ന്, ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ട്. ഒരു ബ്ലോക്കേ ഉള്ളൂ, എന്നാൽ 2 സ്റ്റെന്റ് ഇടേണ്ടി വന്നു. ആ സ്റ്റെന്റ് ഇടുന്ന സമയത്ത് കർത്താവിന്റെ ദാസന് BP ഒക്കെ അങ്ങ് ലോയായി, ഓക്സിജനൊക്കെ അങ്ങ് കുറയാൻ തുടങ്ങി. കർത്താവ് അത്ഭുതമായി വിടുവിച്ചു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലാത്തവരെ പോലെ ഞങ്ങൾ കുടുംബത്തിൽ നിറയ്ക്കും. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ കൃപയാല് ബാംഗ്ലൂർ പട്ടണത്തിൽ ഞങ്ങൾക്ക് താമസിക്കാൻ കർത്താവ് ഒരു വീട് തന്നിട്ടുണ്ട്. കർത്താവിന്റെ വേല ചെയ്യുവാന് ഒരു വാഹനത്തെ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പലവിധമായ ആപത്തുകള്, അനർത്ഥങ്ങള്, ഇവയിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. ഇത്രത്തോളം എൻ്റെ കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. അത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അനേകരോട് എൻ്റെ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചാനലിൽ കൂടി എൻ്റെ സാക്ഷ്യം അനേകർ കേൾക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ 2 പേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മോള് മസ്കറ്റിൽ അവിടെ ആയിരിക്കുന്നു. ഏതാണ്ട് 30 വർഷത്തിന്മേലായി ഈ സ്ഥലത്തായിട്ട് കർത്താവിന്റെ വേല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലിയുണ്ട്, ഡിഫൻസ് ആസ്പത്രിയിൽ അവർ ജോലി ചെയ്യുന്നു. കർത്താവിന്റെ വേലയിൽ അവർ വർദ്ധിച്ചു വരുന്നവരാണ്. 2 പേരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. സൺഡേ സ്കൂൾ സഭായോഗങ്ങള്, യൂത്ത് മീറ്റിംഗ്, മറ്റ് സഹോദരിമാരുടെ മീറ്റിംഗ്, ചുമതലയെല്ലാം ഞങ്ങളുടെ മോൾക്കാണ്, മോനേക്കായി കൂടുതൽ. അങ്ങനെ കർത്താവ് അവളെ ബലപ്പെടുത്തി നടത്തുന്നു. കർത്താവിന്റെ കൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങള് 2 പേരും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരാണ്. അതൊരു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗ്യമാണ് അത്. അതുപോലെ തന്നെ കർത്താവ് ഇന്നുവരെയും ഞങ്ങളെ നടത്തി വിശ്വസിക്കായി സ്തോത്രം. ഞങ്ങളെ നിന്ദിച്ചവരെ, പരിഹസിച്ചവരുടെ മധ്യത്തിൽ അത്ഭുതമായി കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ വർദ്ധിച്ചു വരുന്നവരാ തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. സ്തോത്രം. 80 വർഷക്കാലം കർത്താവ് കാത്തു, പരിപാലിച്ചു, സൂക്ഷിച്ചു. ആപത്തുകൾ അനന്തമൊക്കെ വിടുവിച്ചു. കർത്താവിന് വേണ്ടി ആ സമയങ്ങളിലൊക്കെ പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ തന്നു. 54 വർഷമായി ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പലവിധമായ ഭാരങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഇന്നുവരെ ആയുസ്സോട് ആരോഗ്യത്തോട് കർത്താവ് നടത്തി. ഇനിയും തരുന്ന സമയങ്ങള് കർത്താവിന് വേണ്ടി ചെലവഴിക്കണം.
പൂർത്തീകരിച്ചില്ല എൻ്റെ കർത്താവിൻ്റെ വേല ഞങ്ങള്. ഇനിയും തരുന്ന സമയങ്ങളൊക്കെയും ആയുസ്വാരോഗ്യത്തോട് കർത്താവിന് വേല ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനും കൂടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് ഈ തന്ന വലിയൊരു സമയത്തിനായി സ്തോത്രം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സഹകരിക്കുന്നത്. കർത്താവ് അതിന് കൃപ തന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ ദൈവത്തിന് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എൻ്റെ സാക്ഷ്യം കേട്ട നിങ്ങളോട് ഓരോ കേൾവിക്കാരോട് ഞാൻ പറയാണ്, ഒരു കാരണത്താൽ ഈ കർത്താവിൻ്റെ കൃപയിൽ നിന്നും അന്യപ്പെട്ടു പോകരുത്. ഏത് വിഷയങ്ങൾക്കും കർത്താവ് മതിയായവനാണ്. കഷ്ടങ്ങളിൽ നമ്മളോട് ഏറ്റവും അടുത്ത തുണിയായ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞവളാണ്. എൻ്റെ ദൈവം ചെയ്ത നന്മകൾക്കായി സ്തോത്രം. ഇതിലെല്ലാറ്റിനുപരിയായി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം എല്ലാവരും വിശ്വാസത്തിൽ വന്നിരിക്കുന്നു. ആ കുടുംബത്തിലെ മർദ്ദമാ കുടുംബമായിരുന്നു. എന്നാൽ അവരെല്ലാവരും മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഇന്ന് കർത്താവിനെ സേവിച്ചും മാനിച്ചും പോകുന്നു. മൂത്ത സഹോദരി അവര് മർത്താമക്കാരായിരുന്നു. ആ അമ്മമ്മ സ്നാനപ്പെടാൻ ഒരുങ്ങിയ സമയത്ത് പിതാവ് അടിച്ചു പുള്ളിക്കാരി ബോധം കെട്ടുപോയി. അത്ര വൈരാഗ്യമായിരുന്നു. ആ സഹോദരിക്കും കുടുംബത്തിന് വേണ്ടി 40 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ട് ആ കുടുംബത്തെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അളിയൻ മരിച്ചുപോയി. അളിയൻ ഒരു നല്ല വിശ്വാസിയായിട്ടാണ് മരിച്ചുപോയത്. അങ്ങനെ ആ കുടുംബം രണ്ട് നാത്തുമാരും അനിയന്റെ മോനും കർത്താവിന്റെ വേലയിലാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് സന്തോഷിപ്പാനുള്ളത് അതൊന്നേ ഉള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയം ഇത് മാത്രമാണ്. ഞാൻ കാൽ കുത്തിയ ആ ഭവനം അവര് ദൈവത്തെ അറിയണം, ദൈവകൃപയിലേക്ക് കടന്നു വരണം. അത് കർത്താവ് സാധിപ്പിച്ചു തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ മാനിച്ചു, സ്നേഹിച്ചു. എൻ്റെ ദൈവത്തിന് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് ഞാൻ പറയാണ്, ഏത് സാഹചര്യങ്ങളിലും ദൈവസന്നിധിയോട് നിങ്ങൾ അടുത്ത് എന്നാൽ അവൻ നമ്മുടെ കണ്ണുനീർ കണ്ട് മറികടന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമുണ്ട്, സകല ഭക്തന്മാരുമായുള്ളവരേ വന്ന് കേൾപ്പീൻ, ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ തന്റെ വഴികളെ സൂക്ഷിക്കുന്ന ഏത് ദൈവമക്കളെ അനുഗ്രഹിപ്പാൻ കർത്താവ് ശക്തനാണ്. ഈ ദൈവസ്നേഹം അറിഞ്ഞവരാരും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറി പോവുകയില്ല. അതുമാത്രമല്ല, ഇനി എത്രയും വേഗം നമ്മൾ കാത്തിരിക്കുന്ന ആ കർത്താവ് എത്രയും വേഗം വരും. ഈ കഷ്ടം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന്, വേദന നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് നമുക്കൊരു വിടുതൽ തരും. അരിമനാഥനോടുകൂടെ സന്തോഷിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും സമയം എനിക്ക് തന്ന കർത്താവിന്റെ വലിയൊരു ദാസനോട് ഞാൻ വളരെ നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗുജറാത്തിൽ കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ നിറഞ്ഞതായ ആ ദേശത്ത് അധികമായി കർത്താവിന് വേണ്ടി സമയങ്ങളെ ചെലവഴിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ദാസനെ കരങ്ങളെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നല്ല ദൈവമേ, അപ്പച്ചായി നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അപ്പൊ ഈ ചാനൽ കൂടി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ സാക്ഷി മുഖേന കർത്താവേ, ഒരു ആത്മാവെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, കഷ്ടങ്ങളിൽ ഇരിക്കുന്നവർക്ക്, ദുഃഖങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസമായി തീരുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഇത് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. കൂടെയുള്ളവർക്കായി സ്തോത്രം. കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണ കർത്താവേ. എൻ്റെ കർത്താവിന്റെ സാക്ഷ്യം പാർക്കണം. അനേകരെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭൂമിയിൽ തരുന്ന സമയങ്ങളൊക്കെയും എൻ്റെ കർത്താവിന് വേണ്ടി ചെലവഴിപ്പാന് അനേകരെ നീ ഒരുക്കിയെടുക്കണ കർത്താവേ. യേശു ക്രിസ്തു ആരെന്നറിയാത്തവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ മേൽ പകരണമേ കർത്താവേ. നിത്യതയുടെ അവകാശികളായി തീരുവാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരുടെ ജീവിതത്തിന് ഇതൊരു വിടുതലായി അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ.
ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയ പൊന്നമ്മ ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഐശ്വര്യമായി സർവകൃപാലുവായ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞ നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും പ്രിയ ആന്റിയുടേതായ നന്ദി സ്നേഹം കടപ്പാട് ഇത്തരണത്തിൽ അറിയിക്കുന്നു. നല്ല യൗവനത്തിൽ തന്നെ കർത്താവായ യേശുവിനെ രുചിച്ചറിയുവാനും പിന്നത്തേതിൽ കുടുംബജീവിതത്തിൽ വന്ന ശേഷം കർത്തൃവേലയ്ക്കായി ജീവിതം സമർപ്പിക്കപ്പെടുവാനും കർത്താവിന്റെ വേലയിൽ ദീർഘവർഷങ്ങൾ കർത്തൃവേലയിലായിരിക്കാനും കർത്താവ് സഹായിച്ചു. അനേക ഇടങ്ങളിൽ പാർത്തുകൊണ്ട് ശക്തമായി കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാനൊക്കെ ദൈവ അവസരങ്ങൾ ഒരുക്കി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. കർത്താവ് ദാനമായി അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അവരും കർത്തൃവേലയിലായിരിക്കുന്നു. കൊച്ചുമക്കൾ ആമേൻ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ അങ്കിളിനും കർത്താവ് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആന്റിക്കും കർത്താവ് സൗഖ്യവും ആരോഗ്യ ദീർഘായുസ്സും തരട്ടെ. കർത്തൃവേലയിൽ ഇനിയും ചെയ്തെടുക്കുവാൻ കഴിയുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പറയപ്പെട്ടതായ ജീവിതാനുഭവം സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ ടി വിയിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിച്ചതിന് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അരോമ ടി വി പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈൻ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.